അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 9 cubic centimeter per second. ക്യൂബിക് സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കേട്ടോ. അതായത് നമ്മുടെ ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യണം അറ്റ് എ റേറ്റ് 9 centimeter cube per second. How fast is the surface area increasing when the length of an edge is 10 cm? നമുക്ക് വേണ്ടത് how fast is the surface area increasing. വോളിയം ഇൻക്രീസ് ചെയ്യണത് ഈ റേറ്റിൽ 9 centimeter cube per second. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണ റേറ്റ് എത്ര? വെൻ ലെങ്ത് ഓഫ് എഡ്ജ് ഈസ് 10 cm. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണത് എന്താണെന്ന് നോക്കുക. വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 9 centimeter cube per second. വോളിയത്തിലുള്ള ചേഞ്ച് പെർ സെക്കൻഡിലാണ് തന്നേക്കണേ. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിന്റെ യൂണിറ്റാണ്. എന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണത് ഡി വി ബൈ ഡി ടി ആണ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കണത്. ഡി വി ബൈ ഡി ടി ഈക്വൽ ടു 9 centimeter cube പെർ സെക്കൻഡ് എന്ന് തന്നേക്കണം. ഇതാരുടെ വോളിയാണ്? ക്യൂബിന്റെ. അപ്പൊ ക്യൂബിന്റെ വോളിയം എന്താണെന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ക്യൂബിന്റെ വോളിയം എ ക്യൂബാണ്. ഇവിടെ ഞാൻ എ എന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ അതൊരു കോൺസ്റ്റന്റ് ആണെന്ന് സങ്കല്പിച്ചാൽ, അപ്പൊ ഞാൻ ആ ക്യൂബിന്റെ ഒരു സൈഡ് എക്സ് എന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യൂബ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ് 9 centimeter cube പെർ സെക്കൻഡ് എന്ന് തന്നേക്കണം. അതായത് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് ഓഫ് വൺ സൈഡ്, എക്സ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിന്റെ നീളം. ഇനി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3x² ഇൻറ്റു നമ്മുടെ ചെയിൻ റൂള്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് 3x². ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയ കാരണം 3x² ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 9 centimeter cube പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടിയിൽ നിന്നും ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കുക. ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്? നമുക്ക് വേണ്ടത് സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യണ റേറ്റ് ആണ്. അതായത് ഡി എ ബൈ ഡി ടി വേർ എക്സ് ഈക്വൽ ടു ലെങ്ത് ഓഫ് എഡ്ജ് 10 cm. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ വോളിയം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഈ സർഫസ് ഏരിയ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി, ഇത് രണ്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് മൂന്നാമതൊരു ലെങ്ത് ഓഫ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റീന്. അപ്പൊ നമുക്ക് രണ്ടാമത് എഴുതിയ കാര്യമാണ് ഉപയോഗിക്കേണ്ടത്. രണ്ട് ക്വാണ്ടിറ്റീസ്, അത് രണ്ടും വേറൊരു ക്വാണ്ടിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അത് ചേഞ്ച് ചെയ്യണത് മറ്റൊരു മൂന്നാമത്തെ ക്വാണ്ടിറ്റിക്ക് റെസ്പെക്റ്റീവ് ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ രണ്ടാമത് തിയറി പഠിച്ച ഭാഗത്ത് രണ്ടാമത് എഴുതിയ ചെയിൻ റൂൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യമാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ സർഫസ് ഏരിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡ് എഡ്ജ് എക്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ, നമ്മുടെ എഡ്ജ് എ ആണെങ്കിൽ സർഫസ് ഏരിയ 6a². അപ്പോൾ എക്സ് ആകുമ്പോൾ ഏരിയ 6x². അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി ബൈ ഡി ടി ഓഫ് 6x² ആണ്. അതായത് 6 കോൺസ്റ്റൻറ്റ്, x² ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. That is equal to 12x into dx by dt. ഇതാണ് നമ്മുടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ dx by dt അറിയണം. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കി 3x² into dx by dt equal to 9 centimeter cube per second എന്നൊക്കെ എടുത്തേക്കണം. അപ്പോൾ ഇതിൽ നിന്ന് dx by dt ഇവിടെ ഒറ്റയ്ക്ക് നിർത്തുക. അപ്പോൾ നമുക്ക് that is equal to 3x² അപ്പുറത്തേക്ക് കൊടുത്താൽ 9 by 3x², അതായത് 3 by x² എന്ന് എഴുതാം. അപ്പോൾ ഡി എക്സ് ബൈ ഡി ടിന് നമുക്ക് 3 by x² എന്ന് എഴുതാം. ഈ ഡി എക്സ് ബൈ ഡി ടി ഇവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താ വരിക എന്ന് നോക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ നമ്മുടെ ഡി ബൈ ഡി ടി ഓഫ്, അല്ലെങ്കിൽ ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് ഏരിയ ബൈ
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടി, ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് 12x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടിയുടെ വാല്യൂ 3/x². ഇങ്ങനെ കിട്ടി. ഇതിലെ ഒരു എക്സും ഇവിടുത്തെ ഒരു എക്സും വെട്ടിക്കളഞ്ഞു. 12 ഇൻറ്റു 3 36/x. നമുക്ക് വേണ്ടത് അറ്റ് ലെങ്ത് ഓഫ് എഡ്ജ് ഈക്വൽ ടു 10 cm. അപ്പോൾ അറ്റ് എക്സ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു 36/10, അതായത് 3.6. ഇനി ഇതിൻ്റെ യൂണിറ്റ് എഴുതണം. അപ്പോൾ ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഏരിയയുടെ യൂണിറ്റ് ഇവിടെ സൈഡ് സെൻറ്റിമീറ്ററിലാണ് തന്നേക്കണം. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ² പെർ ബൈ ഡി ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ സെക്കൻഡ്. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് 3.6 cm² പെർ സെക്കൻഡ് ആണ്. വോളിയം ഇൻക്രീസ് ചെയ്യണത് 9 cm³ പെർ സെക്കൻഡിലാണെങ്കിൽ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുക 3.6 cm² പെർ സെക്കൻഡിലായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ കർവ്ഡ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ എ സർക്കിൾ അറ്റ് എ സ്പീഡ് ഓഫ് 4 cm per second. അപ്പം നിശ്ചലമായിരിക്കുന്ന ഒരു ലേക്ക്, ഒരു തടാകത്തിൽ ജസ്റ്റ് ഒരു കല്ല്, ചെറുതായിട്ടൊരു കല്ല് അതിനകത്ത് കിട്ടും. അപ്പോൾ അവിടെ വേവുകൾ ഉണ്ടായി എന്നാണ് പറയണത്. ആ വേവുകൾ മൂവ് ചെയ്യണ സ്പീഡ് 4 cm per second. സർക്കുലർ വേവുകൾ 4 cm per second സ്പീഡിൽ മൂവ് ചെയ്യണം. അതായത് ഒരു സെക്കൻഡിൽ 4 cm എന്ന കണക്കിൽ വേവ്സ് മൂവ് ചെയ്യണം. അറ്റ് ആൻ ഇൻസ്റ്റന്റ് വെൻ ദി റേഡിയസ് ഓഫ് സർക്കുലർ വേവ് ഈസ് 10 cm. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സർക്കുലർ വേവിൻ്റെ റേഡിയസ് 10 cm ആണെങ്കിൽ ഹൗ ഫാസ്റ്റ് ഈസ് ദി എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസ്? ആ ഇൻസ്റ്റൻറ്റിൽ ആ വേവിൻ്റെ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ തന്നേക്കുന്നത് ഒരു കല്ല് ഒരു തടാകത്തിൽ ഇട്ടപ്പോൾ അതിലെ സർക്കുലർ വേവ്സ് മൂവ് ചെയ്ത ആ ഒരു സ്പീഡ്, അതായത് അതിൻ്റെ റേഡിയസ് കൂടുന്ന ആ ഒരു സ്പീഡ് 4 cm per second ആണെന്ന് പറഞ്ഞേക്കണം. എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കണത് റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്, അതായത് 4 cm per second. cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റേഡിയസിൻ്റെ യൂണിറ്റ്, സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ്. അപ്പോൾ dr/dt അവർ 4 cm per second എന്ന് തന്നേക്കണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ചേഞ്ച് ചെയ്യണ റേറ്റ് ആണ്. അതായത് dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. ആരുടെ? ഒരു സർക്കുലർ വേവിൻ്റെ. ഇപ്പോൾ സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ πr² ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് കാണേണ്ടത് d/dt ഓഫ് πr² ആണ്. അതിൽ പൈ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ്, r² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr/dt ഇങ്ങനെയാണ് വരിക. ഇനി നമുക്ക് വേണ്ടത് അറ്റ് വെൻ റേഡിയസ് ഈക്വൽ ടു 10 cm, റേഡിയസ് 10 cm ആണെങ്കിൽ നമ്മുടെ dA/dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം അറ്റ് r ഈക്വൽ ടു 10. ഇപ്പോൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പൈ ഇൻറ്റു 2r, അതിൽ ആറിൻ്റെ സ്ഥാനത്ത് 10 കൊടുക്കുക, ഇൻറ്റു dr/dt നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. dr/dt പറഞ്ഞാൽ 4. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ വരിക ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10 20, 20 × 4 80 പൈ. ഇനി ഇതിൻ്റെ യൂണിറ്റ് നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് dA/dt ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ² അല്ലെങ്കിൽ മീറ്റർ². ഇവിടെ റേഡിയസ് തന്നേക്കുന്നത് സെൻറ്റിമീറ്ററിലാണ്. സോ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ² പെർ ബൈ dt ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ നമ്മുടെ ഏരിയ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് വെൻ റേഡിയസ് ഈക്വൽ ടു 10 cm ഈസ് 80 പൈ cm² പെർ സെക്കൻഡ് ആയിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് 3 cm per minute and width y is increasing at a rate
2 centimeter per minute. When x equal to 10 cm, comma y equal to 6 cm, find the rate of change of A question perimeter and B question area of rectangle. അതായത് ഒരു റെക്റ്റാങ്കിൾ തന്നേക്കണം, അതിൻ്റെ ലെങ്ത് 3 സെന്റിമീറ്റർ പെർ മിനിറ്റ് എന്ന റേറ്റിൽ ഡിക്രീസ് ചെയ്യണം. അതായത് ഓരോ മിനിറ്റിലും 3 സെന്റിമീറ്റർ വെച്ച് കുറഞ്ഞു വരുന്നു. അതേസമയം ഈ റെക്റ്റാങ്കിളിൻ്റെ വിഡ്ത്ത് ഓരോ മിനിറ്റിലും 2 സെന്റിമീറ്റർ വെച്ച് കൂടി ഇൻക്രീസ് ചെയ്ത് വരും. ഇനി വെൻ എക്സ് ഈക്വൽ ടു 10, അതായത് ലെങ്ത് 10 സെന്റിമീറ്ററും ബ്രെഡ്ത്ത് 6 സെന്റിമീറ്ററും ആവുമ്പോൾ ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദിസ് റെക്റ്റാങ്കിൾ എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു റെക്റ്റാങ്കിൾ തന്നേക്കണു, ആ റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് എക്സ് എന്ന് വിചാരിക്കണം. ആ ലെങ്ത്തിൽ ഉണ്ടാവണ ചേഞ്ച് ആ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 3 cm per minute എന്നാണ് തന്നേക്കണേ. അപ്പോൾ ഇത് ലെങ്ത് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് dx/dt എക്സിൽ ഉണ്ടാവുന്ന ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം അവർ തന്നേക്കുന്നത് 3 cm per minute എന്നാണ്. പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം ഡിക്രീസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതിപ്പോൾ ഡിക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പം -3 cm per minute. അതേപോലെ വൈയിലുള്ള ചേഞ്ച് ഇവർ തന്നേക്കണത് dy/dt, വൈയിലുള്ള ചേഞ്ച് തന്നേക്കണത് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ ഇൻക്രീസിംഗ് എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക, 2 സെന്റിമീറ്റർ പെർ മിനിറ്റ് ഇങ്ങനെ തന്നേക്കണം. ഇനി നമുക്ക് പെരിമീറ്ററിലുള്ള ചേഞ്ച് ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരിമീറ്റർ ഈക്വൽ ടു, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ 2 × l+b ആണ്, അതായത് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ, അപ്പോൾ പെരിമീറ്റർ 2 × x+y ആണ്. അതുപോലെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. ഇവിടെ ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ, അപ്പോൾ ഏരിയ x × y ആണ്. നമുക്ക് ആദ്യം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ കാണണം. അതായത് ആദ്യം കണ്ടുപിടിക്കേണ്ടത് dp/dt. അപ്പോൾ പി എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ ആണ്, ദാറ്റ് ഈസ് 2 × x+y ബൈ dt. അപ്പോൾ 2 കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് dx/dt പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് dy/dt. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × dx/dt എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ചേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് -3 എന്നാണ്, പ്ലസ് dy/dt എന്ന് പറഞ്ഞാൽ വൈയിലുള്ള ചേഞ്ച് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് വെറും 2 എന്നാണ്. -3 + 2 എന്ന് പറഞ്ഞാൽ -1, 2 × -1 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരിമീറ്റർ ഈസ് നെഗറ്റീവ് വന്നാൽ അതിൻ്റെ അർത്ഥം ഡിക്രീസിങ് എന്നാണ്. അപ്പോൾ പെരിമീറ്റർ ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ്. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് എപ്പോഴും സെന്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ പെരിമീറ്റർ ചേഞ്ച് ചെയ്യണത് 2 സെന്റിമീറ്റർ പെർ മിനിറ്റ് എന്ന റേറ്റിലായിരിക്കും. ഇനി നമുക്ക് അടുത്തത് ഏരിയ ചേഞ്ച് ചെയ്യുന്ന റേറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ബി ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് d/dt ഓഫ് ഏരിയ, അപ്പോൾ dA/dt. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d/dt ഓഫ് ഏരിയ പറഞ്ഞാൽ x × y ആണ്. അപ്പോൾ ഇവിടെ x × yയുടെ ഡെറിവേറ്റീവ് കാണാമെന്ന് പറയുമ്പോൾ ഇതൊരു പ്രൊഡക്റ്റാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് കാണാൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് u എന്നും ഇത് v എന്നും വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വരിക u'(v + uv'). അതായത് ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 എഴുതി ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy/dt പ്ലസ് എക്സ് വെറുതെ എഴുതുക, ഒന്ന് കട്ട് ചെയ്തോളാം. ഇനി നമുക്ക് കാണേണ്ടത് ഏരിയയിലുള്ള ചേഞ്ചാണ്. ഏരിയയിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് dA/dt കാണണം. അപ്പോൾ നമ്മൾ അതിനെ d/dt ഓഫ് ഏരിയ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് × ബ്രെഡ്ത്ത്, അതായത് x × y എന്ന് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് x × yയുടെ ഡെറിവേറ്റീവ് കാണണം വിത്ത് റെസ്പെക്ട് ടു t.
അപ്പോൾ ഇതൊരു പ്രൊഡക്റ്റ് ആണ്, പ്രൊഡക്റ്റിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ എക്സിൻ്റെ ഡെറിവേറ്റീവ്, അതായത് യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ. ഇത് യു, ഇത് വി. അപ്പോൾ ആദ്യം എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി ഇൻറ്റു വൈ അങ്ങനെ തന്നെ എഴുതി, പ്ലസ് എക്സ് അങ്ങനെ തന്നെ എഴുതുക ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്, അതായത് ഡി വൈ ബൈ ഡി ടി. ഇതാണ് നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണത് എക്സ് ഈക്വൽ ടു 10, അതുപോലെ വൈ ഈക്വൽ ടു 6 cm എന്നാണ്. അപ്പോൾ നമ്മൾ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ചേഞ്ച് നമ്മൾ ആദ്യം തന്നെ എഴുതിയതാണ് -3 ഇൻറ്റു വൈ എടുത്തെഴുത്, വൈ എന്ന് പറഞ്ഞാൽ 6 പ്ലസ് എക്സ് എടുത്തെഴുത്, എക്സ് എഴുതുക, എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 10 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി, വൈയിലുള്ള ചേഞ്ച് നമ്മൾ എഴുതിയത് 2 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് -18 പ്ലസ് 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ യൂണിറ്റ് ഇവിടെ ഏരിയയുടെ ചേഞ്ച്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പെർ ഇവിടെ ടൈമിൻ്റെ യൂണിറ്റ് തന്നേക്കുന്നത് മിനിറ്റിലാണ്. അപ്പോൾ ഇത് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യാണ്, പോസിറ്റീവ് ആൻസർ അല്ലേ കിട്ടിയത്. അപ്പോൾ നമുക്ക് എഴുതാം ഏരിയ ഇൻക്രീസിങ് അറ്റ് എ റേറ്റ്, ഏരിയ ഇൻക്രീസിങ് അറ്റ് എ റേറ്റ്, ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ഈ റേറ്റിൽ ഏരിയ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പെരിമീറ്റർ 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന റേഷ്യോയിൽ ഡിക്രീസ് ചെയ്യാറുന്നു, അതേസമയം ഏരിയ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ് എന്ന റേറ്റിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ലെങ്ത് എക്സ് ഓഫ് എ റെക്ടാംഗിൾ ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. അപ്പോൾ ഒരു റെക്ടാംഗിൾ ഉണ്ട്, അതിൻ്റെ ലെങ്ത് എക്സ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് 5 cm പെർ മിനിറ്റ്. അപ്പോൾ നമ്മൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ എക്സ് ചേഞ്ച് ചെയ്യണത് 5 cm പെർ മിനിറ്റ് എന്നാണ്. മിനിറ്റ് എന്ന് പറഞ്ഞാൽ ടൈമിൻ്റെ യൂണിറ്റ് ആണ്. അതായത് ഈ തന്നേക്കണത് എക്സിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതായത് ഡി എക്സ് ബൈ ഡി ടി ഇവർ 5 എന്ന് തന്നേക്കണു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഡിക്രീസിങ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമ്മൾ -5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് എടുത്തു. അതുപോലെ വിഡ്ത്ത് വൈ ആണ്, വൈ ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 4 cm പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ വൈ ഇൻക്രീസ് ചെയ്യണത് ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ വൈ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 4 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് ആണ്. ഇനി വെൻ എക്സ് ഈക്വൽ ടു 8 cm, വൈ ഈക്വൽ ടു 6 cm, ഫൈൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആൻഡ് ഏരിയ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്ററും ഏരിയയും ചേഞ്ച് ചെയ്യണം, റേറ്റ് കണ്ടുപിടിക്കണം. വെൻ ലെങ്ത് 8 cm ആൻഡ് ബ്രെഡ്ത്ത് 6 cm. നമുക്ക് ആദ്യം തന്നെ പെരിമീറ്ററിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കണം. പെരിമീറ്ററിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഡി പി ബൈ ഡി ടി എന്ന് എഴുതി. ഇവിടെ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലെങ്ത് എക്സ് ആണ്, ബ്രെഡ്ത്ത് വൈ ആണ്. അപ്പോൾ പെരിമീറ്റർ 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. അപ്പോൾ ഇതിൽ 2 കോൺസ്റ്റന്റ് ഏറ്റവും പുറത്തേക്ക് എഴുതി. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി പറഞ്ഞാൽ ഡി എക്സ് ബൈ ഡി ടി പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി പറഞ്ഞാൽ ഡി വൈ ബൈ ഡി ടി. നമ്മുടെ ആൻസർ വരിക 2 ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സിലുള്ള ചേഞ്ച് -5 എന്ന് എഴുതിയേക്കണു, പ്ലസ് ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ വൈയിലുള്ള ചേഞ്ച് 4 എന്ന് എഴുതിയേക്കണു. അപ്പോൾ 2 ഇൻറ്റു -5 പ്ലസ് 4 എന്ന് പറഞ്ഞാൽ -1. അപ്പോൾ 2 ഇൻറ്റു -1 -2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഇതാണ് പെരിമീറ്ററിലുള്ള ചേഞ്ച് എന്ന് വെച്ചാൽ പെരിമീറ്റർ ഈസ് ഡിക്രീസിങ് അറ്റ് എ റേറ്റ് 2 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. പെരിമീറ്ററിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ തന്നെയാണ്. സോ പെരിമീറ്ററിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഇതാണ്. ഇനി നമുക്ക് ബി ക്വസ്റ്റ്യൻ ചെയ്യാം. റെക്റ്റാങ്കിളിൻ്റെ ഏരിയയിൽ ഉണ്ടാവുന്ന ചേഞ്ച്. അപ്പോൾ ഏരിയയിൽ ഉണ്ടാവുന്ന ചേഞ്ച്
വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറഞ്ഞാൽ dA/dt. ദാറ്റ് ഈസ് ഈക്വൽ ടു റെക്ടാങ്കിളിന്റെ ഏരിയ എക്സ് ഇൻറ്റു വൈ ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ഇവിടെ ലെങ്ത് എക്സ് ബ്രെഡ്ത്ത് വൈ, അപ്പോൾ എക്സ് ഇൻറ്റു വൈ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറഞ്ഞാൽ ഇയാളുടെ ഡെറിവേറ്റീവ് ഇൻറ്റു ഇത് വെറുതെ എഴുതുക പ്ലസ് ഇത് വെറുതെ എഴുതുക ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി പറഞ്ഞാൽ dx/dt ഇൻറ്റു വൈ പ്ലസ് എക്സ് വെറുതെ എഴുതുക വൈയുടെ ഡെറിവേറ്റീവ് dy/dt. ഇതിൽ എക്സും വൈയും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ വെൻ എക്സ് ഈക്വൽ ടു 8 വൈ ഈക്വൽ ടു 6 എന്ന് തന്നിട്ടുണ്ട്. വെൻ എക്സ് ഈക്വൽ ടു 8 ആൻഡ് വൈ ഈക്വൽ ടു 6 ചെയ്യാം. നമ്മളത് നേരെ കൊണ്ടുപോയിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ therefore dA/dt when x equal to 8 y equal to 6 ചെയ്യാം ഈക്വൽ ടു dx/dt സ്ഥാനത്ത് dx/dt വാല്യൂ dx/dt -5 ആണ്. അപ്പോൾ -5 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് നമ്മുടെ y 6 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മുടെ എക്സ് 8 ഇൻറ്റു dy/dt എന്ന് പറഞ്ഞാൽ dy/dt 4. അപ്പോൾ -5 ഇൻറ്റു 6 -30 പ്ലസ് 32 -30 പ്ലസ് 32 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ dA/dt എന്ന് പറഞ്ഞാൽ 2 ആണ്. dA/dt എന്ന് വെച്ചാൽ ഏരിയയിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ, ടൈമിൻ്റെ യൂണിറ്റ് ഇവിടെ മിനിറ്റ്. അപ്പോൾ ഏരിയയിലുള്ള ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് വെറും 2 ആണ്, പോസിറ്റീവ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരിയ ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 2 സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 2 സെൻറ്റിമീറ്റർ സ്ക്വയർ ഏരിയ വെച്ച് കൂടി കൂടി പോകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദി റേഡിയസ് ഓഫ് എ സർക്കിൾ ഈസ് യൂണിഫോംലി ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന റേറ്റിൽ യൂണിഫോം ആയിട്ട് ഇൻക്രീസ് ചെയ്ത് പോകണം. അപ്പോൾ ഒരു സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നേക്കണം. അപ്പോൾ ഈ യൂണിറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇത് റേഡിയസിൻ്റെ യൂണിറ്റ്, ഇത് ടൈമിൻ്റെ യൂണിറ്റ്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് dr/dt ആണ്. അപ്പോൾ ഈ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിത്ത് റെസ്പെക്ട് ടു ടൈം ആണോ റേഡിയസ് ആണോ എന്ന് ഈ യൂണിറ്റ് നോക്കി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ dr/dt ഇവർ 3 എന്ന് തന്നേക്കണം. ഇൻക്രീസിംഗ് തന്നെയാണ് പറഞ്ഞേക്കണേ. സോ 3 എന്ന് തന്നെ എഴുതി കേട്ടോ. dr/dt തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഇൻക്രീസിംഗ് വെൻ ദ റേഡിയസ് ഈസ് 10 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സർക്കിളിന്റെ ഏരിയ എത്ര ഫാസ്റ്റിലാണ് ഇൻക്രീസ് ചെയ്യണത് വെൻ റേഡിയസ് ഈക്വൽ ടു 10 cm. അതായത് ഇപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യണത് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്, അതുപോലെ ഏരിയ എത്ര വെച്ചാണ് ഇൻക്രീസ് ചെയ്യണത്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt ആണ്. dA/dt ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കിളിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. സർക്കിളിന്റെ ഏരിയ ഇൻക്രീസ് ചെയ്യണ റേറ്റാണ് വേണ്ടത്. സർക്കിളിന്റെ ഏരിയ പറഞ്ഞാൽ πr². അപ്പോൾ d/dt ഓഫ് πr² ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതിൽ പൈ കോൺസ്റ്റന്റ്, r² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി, r² ഡെറിവേറ്റീവ് 2r ഇൻറ്റു dr/dt. നമ്മളോട് പറഞ്ഞേക്കണത് വെൻ റേഡിയസ് ഈക്വൽ ടു 10 cm എന്നാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dA/dt വെൻ റേഡിയസ് ഈക്വൽ ടു 10 cm. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ അങ്ങനെ തന്നെ എഴുതി ഇൻറ്റു 2 ഇൻറ്റു റേഡിയസിൻ്റെ സ്ഥാനത്ത് 10 ഇൻറ്റു dr/dt. dr/dt 3 ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 3. അപ്പോൾ 2 ഇൻറ്റു 10 20, 20 ഇൻറ്റു 3 60, അതായത് 60. അപ്പോൾ 60 പൈ. നമുക്കിതിൻ്റെ യൂണിറ്റ് എഴുതണം. അപ്പോൾ ഇവിടെ ഏരിയ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്ററിലാണ് പറഞ്ഞേക്കണം. സർക്കിളിൻ്റെ ഏരിയ ഏതിൻ്റെ ഏരിയ ആയാലും യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ. നമുക്ക് വേണ്ടത് dA/dt ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് 3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ന റേറ്റിലാണ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ ഇതിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുക 60 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ
പെർ സെക്കൻഡ് എന്ന റേറ്റിലായിരിക്കും വെൻ റേഡിയസ് ഈസ് 10 cm. ഓക്കെ, ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എഡ്ജ് ഓഫ് എ വേരിയബിൾ ക്യൂബ് ഈസ് ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 3 cm per second. ഒരു ക്യൂബിന്റെ, ഒരു വേരിയബിൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ സൈഡിന്റെ നീളം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യൂബിന്റെ ഒരു എഡ്ജിന്റെ നീളം 3 cm per second എന്ന റേറ്റിലാണ് ചേഞ്ച് ചെയ്യണത്. അത്ര അപ്പോൾ ഒരു ക്യൂബ് ഉണ്ട്, അതിന്റെ എഡ്ജ് നമ്മളൊരു എക്സ് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഈ എക്സ് ചേഞ്ച് ചെയ്യണത് ഇവര് പറഞ്ഞേക്കണു 3 cm per second. അതായത് എക്സ് ചേഞ്ച് ചെയ്യണത് വിത്ത് റെസ്പെക്ട് ടു ടൈം. യൂണിറ്റ് നോക്കി കഴിഞ്ഞാൽ dx/, ഏതാണെന്ന് നമുക്ക് മനസ്സിലാവും കേട്ടോ. ഇവിടെ 3 cm per second എന്ന് പറയുമ്പോൾ എക്സ് ചേഞ്ച് ചെയ്യണു വിത്ത് റെസ്പെക്ട് ടു ടൈം എന്നർത്ഥം. അപ്പോൾ dx/dt ക്വസ്റ്റ്യനിൽ 3 എന്ന് തന്നേക്കണം. 3 cm per second തന്നേക്കണം. നമുക്ക് വേണ്ടത് ഹൗ ഫാസ്റ്റ് ഈസ് ദി വോളിയം ഓഫ് ദ ക്യൂബ് ഈസ് ഇൻക്രീസിങ് വെൻ ദ എഡ്ജ് ഈസ് 10 cm ലോങ്. നമുക്ക് വേണ്ടത് ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യണ റേറ്റ് ആണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv/dt ആണ്. dv/dt എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യൂബാണ്. സോ d/dt ഓഫ് വോളിയം, ക്യൂബിന്റെ വോളിയം, ഒരു സൈഡ് എക്സ് ആണെങ്കിൽ ക്യൂബിന്റെ വോളിയം എക്സ് ക്യൂബ്. അപ്പൊ d/dt ഓഫ് എക്സ് ക്യൂബ്. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് 3x² ആണ്. ഇവിടെ വിത്ത് റെസ്പെക്ട് ടു ടി ആയ കാരണം ഇൻറ്റു dx/dt. നമ്മളോട് പറഞ്ഞേക്കുന്നത് വെൻ എഡ്ജ് ഈസ് 10 cm ലോങ് എന്നാണ്. അതായത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം വെൻ എഡ്ജ് ഈസ് 10 cm. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിൽ എക്സ് കാണുന്നിടത്ത് 10 കൊടുത്തു, ഇൻറ്റു dx/dt എന്ന് പറഞ്ഞാൽ 3 cm per second. അപ്പോൾ 10² എന്ന് പറഞ്ഞാൽ 100, 3 × 100 300, 300 × 3 900, 900 യൂണിറ്റ് നോക്കണം. ഇപ്പൊ നമ്മൾ കണ്ടത് dv/dt ആണ്. വോളിയത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിമീറ്റർ ക്യൂബ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. ഇവിടെ 900 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് ഒരു ക്യൂബിന്റെ ഒരു സൈഡിന്റെ നീളം 3 cm per second എന്ന റേറ്റിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിന്റെ നീളം 10 cm ആവുമ്പോഴുള്ള അതിന്റെ ഏരിയയിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് വോളിയത്തിൽ വരുന്ന ഇൻക്രീസ് എന്ന് പറയുന്നത് 900 cm³ per second ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The radius of a circle is increasing at the rate of 0.7 cm per second. ഒരു സർക്കിളിന്റെ റേഡിയസ് ചേഞ്ച് ചെയ്യുന്ന റേറ്റ് 0.7 cm per second ആണ്. ഇൻക്രീസിംഗ് എന്നാ പറഞ്ഞേക്കണേ, സോ പോസിറ്റീവ്. അതായത് റേഡിയസ് ചേഞ്ച് ചെയ്യുന്നത്, ഈ സെന്റിമീറ്റർ എന്ന് പറയുന്നത് റേഡിയസിന്റെ യൂണിറ്റ് ആയിരിക്കും, dr, സെക്കൻഡ് എന്ന് പറയുന്നത് ടൈമിന്റെ യൂണിറ്റ്. നമുക്ക് ക്വസ്റ്റ്യനിൽ dr/dt 0.7 cm per second എന്ന് തന്നേക്കണം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ സർക്കംഫറൻസ് എന്ന് കാണുമ്പോൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്ററിനെ പറയുന്ന മറ്റൊരു പേരാണ്. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റളവ്, അതിനെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ. അപ്പൊ പെരിമീറ്റർ തന്നെയാണ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സർക്കംഫറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് എങ്ങനെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ തന്നെ ആയതുകൊണ്ട് ഞാൻ dp/dt എന്ന് എഴുതണം. അപ്പോൾ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ d/dt ഓഫ് പെരിമീറ്റർ 2πr. അപ്പോൾ 2π കോൺസ്റ്റന്റ് ആണ്, ആറിന്റെ ഡെറിവേറ്റീവ് dr/dt. നമ്മുടെ ഫൈനൽ ആൻസർ വരിക 2π × dr/dt എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 0.7. അപ്പോൾ 2π × 0.7 എന്ന് പറയുമ്പോൾ 1.4π. ഇനി ഇതിന്റെ യൂണിറ്റ് എഴുതണം. സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്ററിന്റെ യൂണിറ്റ് എപ്പോഴും സെന്റിമീറ്റർ പെർ ടൈമാണ്, ബൈ ടൈമാണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പൊ നമ്മുടെ ആൻസർ സർക്കംഫറൻസിൽ ഉണ്ടാകുന്ന ചേഞ്ച് 1.4π cm per second. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ സർക്കംഫറൻസ് ഈസ് ഓൾസോ ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് 1.4π
5 cm/s. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ബലൂൺ വിച്ച് ഓൾവേസ് റിമൈൻസ് സ്ഫെറിക്കൽ ഹാസ് എ വേരിയബിൾ റേഡിയസ്. ഒരു സ്ഫെറിക്കൽ ഷേപ്പിൽ എപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ബലൂണിന് വേരിയബിൾ റേഡിയസ് ഉണ്ട്, അതായത് അതിന്റെ റേഡിയസ് മാറിക്കൊണ്ടേയിരിക്കും. അത്ര ഫൈൻഡ് ദി റേറ്റ് അറ്റ് വിച്ച് ഇറ്റ്സ് വോളിയം ഈസ് ഇൻക്രീസിങ് വിത്ത് ദി റേഡിയസ് വെൻ ദ ലേറ്റർ ഈസ് 10 cm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. വെൻ റേഡിയസ് ഈസ് 10 cm. റേഡിയസ് 10 cm ആണെങ്കിൽ ഇതിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അതായത് നമുക്ക് കാണേണ്ടത് വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് വിത്ത് റേഡിയസ്, അതായത് dv/dr ആണ് കാണേണ്ടത് അറ്റ് r = 10 cm. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ dv/dr കാണാൻ പോയി. ഇവിടെ ഏതാ ഷേപ്പ്? സ്ഫെറിക്കൽ ഷേപ്പ് എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ സ്ഫിയറിൻ്റെ വോളിയം നമുക്കറിയാം. സ്ഫിയറിൻ്റെ വോളിയം 4/3 πr³. ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 π കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ 4/3 π പുറത്തേക്ക് എടുത്തു. ബാക്കിയുള്ളത് r³ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x 3x² ആണ്. അതുപോലെ r³ ഡെറിവേറ്റീവ് 3r². അപ്പോൾ ഇതിലെ 3യും 3യും വെട്ടിക്കളയുക. അപ്പോൾ 4 πr² എന്ന് കിട്ടി. ഇനി നമുക്ക് റേഡിയസ് 10 cm എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അറ്റ് r = 10 cm, അതായത് റേഡിയസ് 10 cm ആണെങ്കിൽ dv/dr ഈക്വൽ ടു 4 × π × റേഡിയസ് 10 10². 10ന്റെ സ്ക്വയർ 100, 100 × 4 400. അപ്പോൾ 400 π. ഇനി യൂണിറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, വോളിയം ഇതിലുള്ള ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അപ്പോൾ വോളിയത്തിൻ്റെ യൂണിറ്റ് cm³ പെർ റേഡിയസിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ. ഇതാണ് നമ്മുടെ ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ പാർട്ടിക്കിൾ മൂവ് അലോങ് ദി കർവ് 6y = x³ + 2. ഒരു പാർട്ടിക്കിള് ഈ പറഞ്ഞ 6y = x³ + 2 എന്ന് പറയുന്ന കർവിലൂടെ സഞ്ചരിക്കുന്നു എന്ന് വിചാരിക്കുക. ഫൈൻഡ് ദി പോയിന്റ്സ് ഓൺ ദി കർവ് അറ്റ് വിച്ച് y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് 8 times as fast as x കോർഡിനേറ്റ്. അതായത് ഇപ്പോൾ y കോർഡിനേറ്റ് ഈസ് ചേഞ്ചിങ് ആസ് ഫാസ്റ്റ് ആസ് 8 times x കോർഡിനേറ്റ് എന്ന് വെച്ചാൽ y കോർഡിനേറ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച് എന്ന് പറയുന്നത് 8 times ഓഫ് x കോർഡിനേറ്റിലുള്ള ചേഞ്ചാണ്. അതായത് dy = 8 × dx എന്ന് തന്നേക്കണം. നമ്മുടെ ഈ dx ഇപ്പുറത്തേക്ക് എടുത്താൽ dy/dx = 8 എന്ന് കിട്ടും. അപ്പോൾ ഇതനുസരിക്കുന്ന ഈ കർവിലുള്ള പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നമ്മുടെ കർവിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി വെച്ചു. 6y = x³ + 2. ഈ ഇക്വേഷനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x. 6y ഡെറിവേറ്റീവ് 6 × dy/dx. x³ ഡെറിവേറ്റീവ് 3x². അതിൽ dy/dxന് പകരം നമുക്ക് കിട്ടിയ വാല്യൂ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 6 × dy/dxന്റെ സ്ഥാനത്ത് 8 കൊടുക്കുക. 8 = 3x². ഇങ്ങനെ കിട്ടി. ദാറ്റ് ഈസ് 48 = 3x². 3ന് ഇപ്പുറത്തേക്ക് എടുത്താൽ 48/3 = x². നമുക്ക് x² = 16 എന്ന് കിട്ടും. therefore x = x² 16. അപ്പോൾ x = ± √16 ± 4 എന്ന് കിട്ടും. അപ്പോൾ എക്സിന് +4 വരും -4 വരും. അപ്പോൾ ഈ ആദ്യം തന്നെ x 4 ആണെന്ന് വെക്കുക. അപ്പോൾ y എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു എന്ന് വെക്കി. എക്സിൻ്റെ സ്ഥാനത്ത് 4 കൊടുത്തു. അപ്പോൾ 6y = 4³ + 2. അതായത് 6y = 4³ എന്ന് പറഞ്ഞാൽ 64. 64 + 2 66. അപ്പോൾ 6y = 66 എന്ന് കിട്ടും. y = 66/6 11 എന്ന് കിട്ടും. അപ്പോൾ ഒരു പോയിന്റ് 4 11.
അടുത്ത പോയിന്റ് കിട്ടാനായിട്ട് ഇതിൽ എക്സിന്റെ സ്ഥാനത്ത് -4 കൊടുക്കുക. ഇപ്പൊ എക്സ് -4 ആണെങ്കിൽ ഇവിടെ -4 ക്യൂബ് -64 എന്ന് വരും. +2 എന്ന് പറഞ്ഞാൽ -62. അപ്പോൾ 6y = -62 എന്ന് കിട്ടും. അതായത് y = -62/6, അതായത് -31/3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് -4 ആണെങ്കിൽ y -31/3. അപ്പം ഈ രണ്ട് പോയിന്റുകളാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. 4, 11 -4, -31/3. ഇനി നമുക്ക് പതുക്കെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം നോക്കുക. റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 1/2 cm/s. ഒരു എയർ ബബിളിന്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യണത് 1/2 cm/s എന്ന റേറ്റിലാണ്. എയർ ബബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ബബിൾ അതിൻ്റെ ഷേപ്പ് എപ്പോഴും സ്ഫെറിക്കൽ ആയിരിക്കും. അപ്പോൾ ഈ സ്ഫെറിക്കൽ ഷേപ്പുള്ള എയർ ബബിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യണ റേറ്റ് തന്നേക്കണം. അപ്പോൾ യൂണിറ്റ് നോക്കുക. ഇത് റേഡിയസിൻ്റെ യൂണിറ്റ്, ഇത് ടൈമിൻ്റെയാണ്. നമുക്ക് തന്നേക്കുന്നത് dr/dt = 1/2 cm/s. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബബിളിന്റെ വോളിയം ഇൻക്രീസ് ചെയ്യണ റേറ്റ് ആണ്. ഞാൻ പറഞ്ഞു ബബിളിന്റെ ഷേപ്പ് എപ്പോഴും സ്ഫിയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv/dt ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു d/dt ഓഫ് സ്ഫിയറിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³. ഇതില് 4/3 കോൺസ്റ്റന്റ്, πr³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. 4πയും കോൺസ്റ്റന്റ്, പൈയും പുറത്തേക്ക് എടുത്തു. 4π/3 കോൺസ്റ്റന്റ്. ഇനി r³ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി. r³ ഡെറിവേറ്റീവ് 3r². ടിയുടെ ഡെറിവേറ്റീവ് dr/dt. ഇതിൽ 3യും വെട്ടിക്കളഞ്ഞു. അപ്പോൾ 4πr² dr/dt എന്ന് കിട്ടി. dr/dt. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് dv/dt അറ്റ് റേഡിയസ് = 1 cm ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ കിട്ടിയ ഉത്തരത്തിൽ 4 അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു പൈ എഴുതി, റേഡിയസിൻ്റെ സ്ഥാനത്ത് 1² ഇൻറ്റു dr/dt സ്ഥാനത്ത് 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 4ഉം 2ഉം കട്ട് ചെയ്ത് കളഞ്ഞു, 2π. ഈ യൂണിറ്റ് തീരുമാനിക്കാം. ഇവിടെ dv/dt ആണ്. വോളിയത്തിൻ്റെ യൂണിറ്റ് cm³ പെർ ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പം ഇതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നത് 2π cm³/s എന്ന റേറ്റിലായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് ഒരു കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ദി ടോട്ടൽ കോസ്റ്റ് C of x in rupees associated with production of x units of item is given by C of x equal to 0.005x³ minus 0.02x² plus 30x plus 5000. Find the marginal cost when 3 units are produced. അതായത് എക്സ് ഏതോ ഒരു ഐറ്റം അതിൻ്റെ എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റാണ് ഇവിടെ ഒരു തേർഡ് ഡിഗ്രി ഇക്വേഷൻ, തേർഡ് ഡിഗ്രി പോളിനോമിയൽ പോലെ തന്നേക്കുന്നത്. അപ്പോൾ ഒരു ഐറ്റം അത് അതിലെ എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ട കോസ്റ്റ് അത് എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് C of x എന്ന് പറഞ്ഞ് തന്നേക്കണം. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദി മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാകുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. അതായത് ഇവിടെ പറഞ്ഞേക്കണു ഔട്ട്പുട്ട് 3 യൂണിറ്റ്സ് 3 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർജിനൽ കോസ്റ്റ് കാണാനാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ ആവശ്യപ്പെട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ കോസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ടോട്ടൽ കോസ്റ്റ് ഒന്ന് എടുത്തെഴുതുക. ടോട്ടൽ കോസ്റ്റ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എക്സ് യൂണിറ്റ്സ് ഓഫ് ആൻ ഐറ്റം. എക്സ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടോട്ടൽ കോസ്റ്റ് ഇവർ തന്നേക്കണം. അത് തന്നേക്കുന്നത് C of x ഈക്വൽ ടു 0.005x³
മൈനസ് 0.02x² പ്ലസ് 30x പ്ലസ് 5000. ഇങ്ങനെയാണ് ടോട്ടൽ കോസ്റ്റ് തന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിൻ്റെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞു മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് ആണ്. അപ്പോൾ നമുക്കിതിൽ മാർജിനൽ കോസ്റ്റ് കാണാനായിട്ട് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് അതിനെ എം ഓഫ് എക്സ് എന്ന് വിളിക്കാം. മാർജിനൽ കോസ്റ്റിനെ എം ഓഫ് എക്സ് എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ടോട്ടൽ കോസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ d/dx ഓഫ് സി ഓഫ് എക്സ് എന്നർത്ഥം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിന്റെ ഡെറിവേറ്റീവ് d/dx ഓഫ് 0.005x³ മൈനസ് 0.02x² പ്ലസ് 30x പ്ലസ് 5000. അപ്പം ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 0.005x³ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x³ ഡെറിവേറ്റീവ് 3x². ഇപ്പം ഇത് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005 കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ വെച്ചു. x³ ഡെറിവേറ്റീവ് 3x² മൈനസ് ഇവിടെ 0.02 കോൺസ്റ്റന്റ് x² ഡെറിവേറ്റീവ് 2x. അതുപോലെ 30x ഡെറിവേറ്റീവ് 30, 5000 ഡെറിവേറ്റീവ് 0. 5000 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് 0. അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.015x² മൈനസ് 0.04x പ്ലസ് 30 എന്നാണ് കിട്ടുക. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് വെൻ 3 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്നാണ്. അപ്പോൾ വെൻ 3 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ വെൻ x = 3. അപ്പോൾ മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു ദെൻ മാർജിനൽ കോസ്റ്റ് എം ഓഫ് എക്സ് അറ്റ് x = 3 ഈക്വൽ ടു നമുക്ക് ഇപ്പോൾ കിട്ടിയേക്കണ ആൻസറിൽ എക്സിന് പകരം 3 കൊടുക്കുക. അപ്പോൾ 0.015 ഇൻറ്റു 3² മൈനസ് 0.04 ഇൻറ്റു 3 പ്ലസ് 30. ഇവിടെ 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 0.135. ഇതിൻ്റെ ആൻസർ 0.12 പ്ലസ് 30. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് 30.015 എന്ന് കിട്ടി. 30.015 ഇതാണ് ഇവിടുത്തെ ടോട്ടൽ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് 30.015. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. The total cost C of x in rupees associated with the production of x unit of item is given by C of x equal to 0.007x³ minus 0.003x² plus 15x plus 4000. അതായത് ഒരു ഐറ്റത്തിൻ്റെ എക്സ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കോസ്റ്റ് അവരിങ്ങനെ ഒരു എക്സിലുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നേക്കണം. സി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ളൊരു ഫംഗ്ഷൻ ആയിട്ട് തന്നേക്കണം. എന്നിട്ട് നമ്മളോട് ചോദിച്ചേക്കണത് അങ്ങനെയാണെങ്കിൽ 17 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് പറഞ്ഞ എന്താന്ന് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ പറഞ്ഞു. ഇറ്റ് ഈസ് എ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് സി ഓഫ് എക്സ് ആണെങ്കിൽ അതിൻ്റെ ഇൻസ്റ്റന്റേനിയസ് ചേഞ്ചിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. എന്ന് വെച്ചാൽ സി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ സി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് നേരെ മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാം. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ഓഫ് എക്സ് എന്ന് വിചാരിക്കുക. എം ഓഫ് എക്സ് ഈക്വൽ ടു d/dx ഓഫ് ടോട്ടൽ കോസ്റ്റ്. സി ഓഫ് എക്സിൻ്റെ ഡെറിവേറ്റീവിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുക.
അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. അപ്പോൾ 0.007 ഈസ് എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² മൈനസ് 0.003 കോൺസ്റ്റൻ്റ് ആണ്, x² ഡെറിവേറ്റീവ് 2x. 15x-ൽ 15 കോൺസ്റ്റൻറ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. 4000 ഈസ് എ കോൺസ്റ്റൻറ്റ്, അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. അടുത്ത സ്റ്റെപ്പിൽ 3 ഇൻറ്റു ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.021x², ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.006x പ്ലസ് 15 എന്ന് കിട്ടി. ഇതാണ് മാർജിനൽ കോസ്റ്റ്. ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റ് വെൻ 17 യൂണിറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് കണ്ടുപിടിക്കണം. അതായത് വി ഹാവ് ടു ഫൈൻഡ് എം ഓഫ് എക്സ് വെൻ എക്സ് ഈക്വൽ ടു 17. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ എം ഓഫ് എക്സിൻ്റെ ആൻസറിൽ എക്സ് കാണുന്നിടത്ത് 17 കൊടുക്കുക. അപ്പോൾ 0.021 x², എക്സിന് പകരം 17, അപ്പോൾ 10×17². അതുപോലെ മൈനസ് 0.006 എക്സിൻ്റെ സ്ഥാനത്ത് 17 പ്ലസ് 15. അടുത്ത സ്റ്റെപ്പിൽ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ 17ൻ്റെ സ്ക്വയർ പറഞ്ഞാൽ 289. അപ്പോൾ 0.021 ഇൻറ്റു 289 ചെയ്ത് നോക്കുക. അപ്പോൾ ജസ്റ്റ് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 289 ഇൻറ്റു 21 നോക്കുക. അപ്പോൾ നമുക്ക് 6069 എന്ന് കിട്ടും. അതായത് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഉത്തരത്തിലും പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം വേണം. അപ്പോൾ വലത്തു നിന്ന് 3 സ്ഥാനം നീക്കി കുത്തിടുക. അപ്പോൾ 6.069 ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 17 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 102 ആണ്. അപ്പോൾ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം ഉണ്ട്. സോ 0.102 പ്ലസ് 15. അപ്പം നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് 20.967 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് ഈക്വൽ ടു 17. ഇതിൻ്റെ റുപ്പീസിലാണ് പറയുക. അപ്പോൾ 20.967 റുപ്പീസ് എന്ന് പറയുന്നതിലും ഭേദം ഒന്നുകൂടി റൗണ്ട് ചെയ്ത് അപ്രോക്സിമേറ്റ്ലി 21 റുപ്പീസ്. ഇതാണ് 17 യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള മാർജിനൽ കോസ്റ്റ് 21 റുപ്പീസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പം നമ്മൾ ടോട്ടൽ കോസ്റ്റും അതുപോലെ മാർജിനൽ കോസ്റ്റും ഒക്കെ വെച്ചിട്ടൊരു പ്രോബ്ലം കണ്ടു. ടോട്ടൽ കോസ്റ്റ് തന്നു, അതിൽ നിന്ന് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തു. ഇനി അടുത്ത നമുക്ക് വേണ്ടത് റവന്യൂ. ദ ടോട്ടൽ റവന്യൂ ഇൻ റുപ്പീസ് റിസീവ്ഡ് ഫ്രം ദി സെയിൽ ഓഫ് എക്സ് യൂണിറ്റ്സ് ഓഫ് എ പ്രൊഡക്റ്റ് ഈസ് ഗിവൺ ബൈ ആർ ഓഫ് എക്സ് ഈക്വൽ ടു 13x² പ്ലസ് 26x പ്ലസ് 15. അതായത് ഒരു ഐറ്റത്തിൻ്റെ എക്സ് യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ കോസ്റ്റ് അവരൊരു ഫംഗ്ഷനായിട്ട് ആർ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഒരു ഫംഗ്ഷനായിട്ട് തന്നേക്കണം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഫൈൻഡ് ദി മാർജിനൽ റവന്യൂ വെൻ എക്സ് ഈക്വൽ ടു 7. നമുക്ക് എക്സ് 7 ആവുമ്പോൾ, അതായത് നമ്പർ ഓഫ് ഐറ്റംസ് 7 ആവുമ്പോൾ, അല്ലെങ്കിൽ 7 യൂണിറ്റ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മാർജിനൽ റവന്യൂ കണ്ടുപിടിക്കണം. അപ്പം നേരത്തെ മാർജിനൽ കോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ഐറ്റംസ്. അതായത് ഇപ്പോൾ ടോട്ടൽ റവന്യൂ ആർ ഓഫ് എക്സ് ആണെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ഐറ്റം, അതായത് എക്സ്, അതിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനൽ റവന്യൂ നമ്മൾ അഗെയിൻ എം ഓഫ് എക്സ് തന്നെ സൂചിപ്പിക്കുകയാണെങ്കിൽ മാർജിനൽ റവന്യൂ ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ റവന്യൂവിൻ്റെ ഡെറിവേറ്റീവ്, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് ഐറ്റംസ്, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇതിനെയാണ് നമ്മൾ മാർജിനൽ റവന്യൂ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ആർ ഓഫ് എക്സ് ഇങ്ങനെ തന്നേക്കും. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണുമ്പോൾ
13 കോൺസ്റ്റന്റ്, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x, 26x ഡെറിവേറ്റീവ് 26, 15 is a constant, ഡെറിവേറ്റീവ് 0. അപ്പോൾ ഇവിടെ 26x പ്ലസ് 26 എന്ന് കിട്ടി. ഇതാണ് മാർജിനൽ റവന്യൂ. ഇനി നമുക്ക് വേണ്ടത് x7 ആവുമ്പോഴുള്ള മാർജിനൽ റവന്യൂ ആണ്. ദാറ്റ് ഈസ് m of x when x equal to 7. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ m of x എക്സ് കാണുന്നത് 7 ഇട്ട് കൊടുക്കുക. അപ്പോൾ 26 ഇൻറ്റു 7 പ്ലസ് 26. അപ്പോൾ ആദ്യം നമ്മൾ 26 ഇൻറ്റു 7 എത്രയാണെന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് 26 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ 26, 52, 78, 104, 130, 156, അതുപോലെ 182 എന്നാണ് കിട്ടുക. അപ്പോൾ 182 പ്ലസ് 26, 208 എന്ന് കിട്ടും. അപ്പോൾ x7, അതായത് 7 ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞാൽ 208 റുപ്പീസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The total revenue in rupees received from the sale of x units of a product is given by r of x equal to 3x square plus 36x plus 5. അതായത് നമ്മുടെ ടോട്ടൽ റവന്യൂ തന്നേക്കണം. അപ്പോൾ ഒരൈറ്റത്തിന്റെ എക്സ് യൂണിറ്റ് സെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ റവന്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫൈൻഡ് ദി മാർജിനൽ റവന്യൂ വെൻ എക്സ് ഈക്വൽ ടു 15. അപ്പോൾ നമ്പർ ഓഫ് ഐറ്റംസ് 15 ആവുമ്പോൾ അല്ലെങ്കിൽ 15 യൂണിറ്റ് ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. കഴിഞ്ഞ ചോദ്യത്തിൽ തന്നെ പറഞ്ഞതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ റവന്യൂ വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ ഈ എം ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാർജിനൽ റവന്യൂ എം ഓഫ് എക്സ് ഈക്വൽ ടു is the derivative of total revenue അഥവാ r of x. ഇവിടെ തന്നിരിക്കുന്ന r of x ന്റെ ഡെറിവേറ്റീവ് എഴുതുക. 3x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 3 കോൺസ്റ്റന്റ്, x സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ 3 ഇൻറ്റു 2x എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് 6x പ്ലസ് 36x ഡെറിവേറ്റീവ് 36. ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റ് വെൻ എക്സ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റും പോട്ടെ മാർജിനൽ റവന്യൂ വെൻ എക്സ് ഈക്വൽ ടു 15 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ എം ഓഫ് എക്സ് മാർജിനൽ റവന്യൂവിൽ എക്സിൻ്റെ സ്ഥാനത്ത് 15 കൊടുക്കുക. അപ്പോൾ 6 ഇൻറ്റു 15 പ്ലസ് 36, 6 ഇൻറ്റു 15 90 പ്ലസ് 36 126. അപ്പോൾ നമുക്ക് തന്നേക്കുന്നതിലെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 126. അതാണ് ഇവിടുത്തെ 15 യൂണിറ്റ് ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മാർജിനൽ കോസ്റ്റ്. ഇനി ഇതുപോലെ അടുത്തൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ സർക്കിൾ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ അറ്റ് ആർ ഈക്വൽ ടു 6 cm ഈസ്. അതായത് റേഡിയസ് 6 ആവുമ്പോൾ ഒരു സർക്കിളിന്റെ ഏരിയയിലുള്ള ചേഞ്ച് കാണണം വിത്ത് റെസ്പെക്ട് ടു റേഡിയസ്. അതായത് ഡി എ ബൈ ഡി ആർ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഡി എ ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ സർക്കിളിന്റെ കാര്യമാണ്. ഇപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആർ സ്ക്വയർ. അപ്പൊ ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ. പൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ കോൺസ്റ്റന്റ്, ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2r. ഇതാണ് നമ്മുടെ ഡി എ ബൈ ഡി ആർ. ഇനി നമുക്ക് വേണ്ടത് അറ്റ് ആർ ഈക്വൽ ടു 6 cm. അപ്പൊ ഡി എ ബൈ ഡി ആർ അറ്റ് ആർ ഈക്വൽ ടു 6 cm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കിട്ടിയ ഡി എ ബൈ ഡി ആറിൽ ആറിൻ്റെ സ്ഥാനത്ത് 6 കൊടുക്കുക. അപ്പോൾ പൈ ഇൻറ്റു 2 ഇൻറ്റു 6 ആൻസർ 12 പൈ. യൂണിറ്റ് എഴുതണം. അപ്പോൾ ഇവിടെ ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് പെർ സെൻറ്റിമീറ്റർ. ഏരിയയുടെ യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ, റേഡിയസിൻ്റെ സെൻറ്റിമീറ്റർ. ഇപ്പം ഇതിൽ തന്നേക്കണ ഓപ്ഷൻസ് നോക്കുക. ഇതിലെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ബി ഈസ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത് കുറച്ച് ആലോചിക്കേണ്ട, കുറച്ച് നമ്മൾ
ഒന്ന് മനസ്സിൽ ഇതിനെ ഒന്ന് ചിത്രീകരിച്ചൊക്കെ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ചിട്ട് വേണം ഇതിന്റെ ആൻസർ ചെയ്യാൻ. അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. സാൻഡ് ഈസ് pouring ഫ്രം എ പൈപ്പ് അറ്റ് ദി റേറ്റ് ഓഫ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇപ്പൊ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞേക്കണത് ഒരു പൈപ്പിൽ കൂടെ സാൻഡ് വീഴുകയാണ് അറ്റ് എ റേറ്റ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇപ്പൊ ഈ യൂണിറ്റ് തന്നെ കണ്ടാലറിയാം ഈ വീഴുന്ന മണലിന്റെ വോളിയം ആണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. അപ്പോൾ ആ പൈപ്പിലൂടെ വീഴുന്ന മണലിന്റെ വോളിയത്തിലെ ചേഞ്ച് ആണ് ഇവിടെ 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നേക്കുന്നത്. അപ്പോൾ ഒരു പൈപ്പ് അതിൻ്റെ ഉള്ളിൽ കൂടെ മണൽ വീഴുന്നു അറ്റ് ദ റേറ്റ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ദ ഫോളിംഗ് സാൻഡ് forms a cone on the ground in such a way that height of cone is always 1/6 of the radius of the base. അതായത് ഈ പൈപ്പിലൂടെ വീഴുന്ന മണല് തറയിൽ ഒരു കോണിന്റെ ആകൃതി ഉണ്ടാക്കണം. വെറുതെ കോണല്ല, ആ കോണിനൊരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിന്റെ 1/6 ആണ്. അതായത് ബേസ് റേഡിയസ് 6 ആണെന്ന് വെക്കുക, ഹൈറ്റ് അപ്പോൾ 1 ആണെന്ന് അർത്ഥം. ബേസ് റേഡിയസ് 12 ആയ ഹൈറ്റ് 2 ആവും. അതുപോലെ ബേസ് റേഡിയസ് 60 ആയ ഹൈറ്റ് 10 ആവും. റേഡിയസ് എത്രയാണോ അതിന്റെ 1/6 ആണ് അതിന്റെ ഹൈറ്റ്. ആ രൂപത്തിലാണ് ഇവിടെ കോൺ ഉണ്ടാവുന്നത്. അത്ര നമ്മളോട് ചോദിച്ചേക്കുന്നത് ഹൗ ഫാസ്റ്റ് ഈസ് ദി ഹൈറ്റ് ഓഫ് സാൻഡ് കോൺ ഇൻക്രീസിങ് വെൻ ദ ഹൈറ്റ് ഈസ് 4 cm. h 4 cm ആവുമ്പോൾ നമ്മുടെ സാൻഡ് കോണിന്റെ ഹൈറ്റ് ഏത് റേറ്റിലാണ് കൂടണത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ചോദ്യം വായിച്ചിട്ട് ചോദ്യത്തിലെ കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചിത്രീകരിക്കാം. അതായത് ഒരു പൈപ്പ്, ഇങ്ങനെ ഒരു പൈപ്പ്, ഇതൊരു പൈപ്പ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെ സാൻഡ് ഇങ്ങനെ വീഴണം, ഇങ്ങനെ സാൻഡ് വീഴണം. ഈ സാൻഡ് തറയിൽ ഒരു കോണിന്റെ ഷേപ്പിലാണ് വീഴണത് അത്ര. അതായത് ഇങ്ങനെ ഒരു കോണിന്റെ ആകൃതിയിലാണ് ഈ സാൻഡ് വീഴണത്. ഈ ഒരു ആകൃതിയിലാണ് സാൻഡ് വീഴണത്. അതിൽ ഈ കോണിന്റെ ബേസ് റേഡിയസ്, ഇതാണ് നമ്മുടെ ബേസ് റേഡിയസ്. ഈ കോണിന്റെ ഹൈറ്റ്, ഇവർ തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് കോണിന്റെ ബേസ് റേഡിയസിന്റെ 1/6 ആണ്. ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇവിടെ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. സോ h is equal to 1/6 r എന്നുള്ളതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഈ 6നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ 6h equal to r എന്ന് പറയാം. 6h equal to r അങ്ങനെ കിട്ടി. ആ റിലേഷൻ അവിടെ വെച്ചു കൂട്ടാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ സാൻഡ് കോണിന്റെ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നേക്കണ കാര്യം നോക്കുക. റേറ്റ് നമ്മുടെ പൈപ്പിൽ നിന്ന് വീഴുന്ന മണലിന്റെ വോളിയം, അതിലുണ്ടാവുന്ന ചേഞ്ച് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നേക്കും. അപ്പോൾ പൈപ്പിൽ നിന്ന് വീഴുന്ന മണലിന്റെ വോളിയം എന്ന് പറയുമ്പോൾ ഈ വീഴുന്ന മണൽ ഒരു കോണായിട്ടല്ലേ മാറണത്. സോ ഇവിടെ തന്നിരിക്കുന്നത് ഈ കോണിന്റെ വോളിയത്തിലുള്ള ചേഞ്ച് ആണ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നേക്കണത്. അപ്പോൾ ഇവിടെ dv/dt, അതായത് കോണിന്റെ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് 12 സെന്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് തന്നേക്കണം. നമുക്ക് ഈ കോണിന്റെ വോളിയം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു കോണിന്റെ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് കോൺ നമ്മൾ മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കോണിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ 1/3 πr² ആണ്. ഇപ്പം ഇതിൽ നോക്കിയാൽ രണ്ട് വേരിയബിൾസ്, ഇറ്റ് ഡിപ്പെൻസ് ഓൺ റേഡിയസ് ആൻഡ് ഹൈറ്റ്. രണ്ട് വേരിയബിൾസ് ഇവിടെ വന്നേക്കും. പക്ഷെ നമുക്ക് ഒറ്റയ്ക്ക് ഒരു വേരിയബിൾ ആക്കി ഇതിനെ മാറ്റണം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഹൈറ്റിനെ ബേസ് ചെയ്തിട്ടല്ലേ പറഞ്ഞേക്കണേ. അപ്പം ഇതിനെ ഹൈറ്റിൽ മാത്രമുള്ള ഇക്വേഷൻ ആക്കി ഇതിനെ മാറ്റണം. അപ്പോൾ അതിനുവേണ്ടി ഈ റേഡിയസിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഡിയസ് ഈക്വൽ ടു 6h എന്നല്ലേ നമ്മൾ കണ്ടുപിടിച്ചേ. ഇത് കൊണ്ടുപോയിട്ട് ഇവിടുത്തെ റേഡിയസിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസിന് പകരം 6h, 6h ഹോൾ സ്ക്വയർ ഇൻറ്റു h. നമ്മളതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ 6ന്റെ സ്ക്വയർ 36h². ഈ h² ഇതിങ്ങനെ ചേരുമ്പോൾ 36h³ എന്നാവും.
പിന്നെ ഇവിടെ ഒരു പൈ ഉണ്ട്, 1/3 ഉണ്ട്. അപ്പോൾ 1/3 ഇൻറ്റു പൈ ഇൻറ്റു 36 h³ എന്ന് വരും. അപ്പോൾ ആ 3യും 36ഉം വെട്ടിക്കളയുക. അപ്പോൾ നമുക്ക് 12 പൈ h³ എന്നാണ് വോളിയം കിട്ടുക. അപ്പം ഇങ്ങനെ ഈ കോണിൻ്റെ വോളിയത്തിനെ ഒരു സിംഗിൾ വേരിയബിളിലേക്ക് മാറ്റുക. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ കോണിൻ്റെ വോളിയത്തിലുള്ള ചേഞ്ച് ഇങ്ങനെ തന്നിട്ടുണ്ട്. സോ ഈ വോളിയത്തിൻ്റെ സ്ഥാനത്ത് 12 പൈ h³ എന്ന് കൊടുക്കുക, ഈക്വൽ ടു 12. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പം 12 പൈ കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. h³ ഡെറിവേറ്റീവ് 3h² ഇൻറ്റു dh/dt ഈക്വൽ ടു 12 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ 12 പൈനെ അപ്പുറത്തേക്ക് മാറ്റുക. അപ്പോൾ നമുക്ക് 3h² ഇൻറ്റു dh/dt ഈക്വൽ ടു ഈ 12 പൈ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 12/12 പൈ, അതായത് 12ഉം 12ഉം വെട്ടിപ്പോയി 1/π എന്ന് കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ 3h² അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ dh/dt നമുക്ക് ഹൈറ്റിലുള്ള ചേഞ്ച് ആണ് കാണേണ്ടത്, അതായത് dh/dt ആണ് കാണേണ്ടത്. സോ ഇതിനെ ഒറ്റയ്ക്ക് നിർത്തുക, 3h² അപ്പുറത്തേക്ക് കൊടുക്കുക. ഇപ്പം ഇവിടെ 1/, ഇപ്പം ഇവിടെ ഉള്ളത് 1/π ആണ്. ഈ ഇൻറ്റു 3h² അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലേക്കാണ് പോവുക, താഴേക്കാണ് പോവുക. അപ്പോൾ ഇങ്ങനെ. ഇനി നമുക്ക് വേണ്ടത് അറ്റ് h is equal to 4cm. h 4 ആവുമ്പോഴുള്ള ഹൈറ്റിലുള്ള ചേഞ്ച് ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അറ്റ് h equal to 4cm എന്ന് പറയുമ്പോൾ dh/dt അറ്റ് h is equal to 4cm. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിപ്പോൾ കിട്ടിയ dh/dt ആൻസറിൽ h കാണുന്നിടത്ത് 4 കൊടുക്കുക. അപ്പോൾ 1/π ഇൻറ്റു 3 h² hന് പകരം 4². അപ്പോൾ 4² എന്ന് പറഞ്ഞാൽ 16, 16 ഇൻറ്റു 3 48. ആൻസർ 1/48 പൈ. ഇനി ഇതിൻ്റെ യൂണിറ്റ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഹൈറ്റ് ബൈ dh/dt. ഹൈറ്റിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ 1/48 പൈ സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് നമ്മുടെ ഹൈറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് വെൻ h is equal to 4cm.